Okay, let us start. Mr. Gadge is an officer of limited company. His monthly emoluments were as follows. ഇദ്ദേഹത്തിന് മാസം സ്വീകരിക്കുന്ന ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. ബേസിക് സാലറി 50,000 രൂപ, ഡിന്നേഴ്സ് അലവൻസ് 10,000, ടിഫിൻ അലവൻസ് 1,500, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട് 600 രൂപയാണ് പ്രതിമാസം. അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പ്രതിമാസം 3,000 രൂപ, ഹോസ്റ്റൽ അലവൻസ് 1,500. 3 കുട്ടികളുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. HR 5,000. ഇത്രയും അലവൻസുകളാണ്. ഓക്കെ, ദെൻ അതിന് പുറമെ ദി കമ്പനി പെയ്ഡ് ഹിസ് പ്രൈവറ്റ് ടെലിഫോൺ എക്സ്പെൻസസ് വിച്ച് എമൗണ്ട് ടു ₹30,000 ഡ്യൂറിങ് ദി ഇയർ. ആ വർഷം ഒരു 30,000 രൂപയുടെ ഫോൺ ബില്ല് അതാരടിച്ചിട്ടുണ്ട്? എംപ്ലോയർ അടിച്ചിട്ടുണ്ട്. അത് ഈ ഗാഡ്ഗിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച ബില്ലാണ്. ഓക്കെ, അപ്പോൾ അതൊരു പെർക്വിസിറ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണം. ദെൻ ദി കമ്പനി ഗേവ് ഹിം എ സ്പെഷ്യൽ പ്രസൻറ്റ് ഓൺ ദി ന്യൂ ഇയർ ഡേ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് ഒരു സ്പെഷ്യൽ പ്രസൻറ്റ് കൊടുക്കുന്നത്, അത് ഗിഫ്റ്റാണ് കേട്ടോ. അതാണ് ഗിഫ്റ്റിൻ്റെ കാര്യമാണ്. അതിൻ്റെ കോസ്റ്റ് വരുന്നത് 2,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 2,000 രൂപേൻ്റെ ഗിഫ്റ്റ് ന്യൂ ഇയറിൻ്റെ അന്ന് പ്രസൻറ്റ് ചെയ്തേന്. ദെൻ അതും പെർക്വിസിറ്റാണ്. ഹി ഹാസ് എ സ്മാൾ കാർ വിത്ത് ഡ്രൈവർ, അത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറുണ്ട് എന്നർത്ഥം. വിച്ച് ഹി യൂസസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൾസോ. അപ്പോൾ ഗാഡ്ഗിലിന് ഒരു ചെറിയ കാറുണ്ട്. എന്താണ് അത്? അദ്ദേഹം ഒഫീഷ്യൽ പർപ്പസിനും കൂടി വേണ്ടി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഒഫീഷ്യൽ പർപ്പസിനും കൂടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോത്ത് പർപ്പസ് ആണ്. കാർ യൂസ്ഡ് ഫോർ ബോത്ത് പർപ്പസ്. ചെറിയ കാറാണ്, ഡ്രൈവറും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ദി എക്സ്പെൻസസ് റീഇംബേഴ്സ്ഡ് ബൈ ദി എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് ദി കാർ എമൗണ്ടഡ് ടു ₹1,20,000. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗാഡ്ഗിലിനുണ്ടായിട്ടുള്ള 1,20,000 രൂപ എംപ്ലോയർ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതാണ് റീഇംബേഴ്സ്ഡ് ബൈ ദി എംപ്ലോയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാഡ്ഗിലിന് ചിലവായി, അതാര് റീഇംബേഴ്സ് ചെയ്തു? കമ്പനി ഗാഡ്ഗിലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊരു പെർക്കാണ്. അതെന്താണ്? നമുക്ക് പെർക്വിസ്റ്റ് വാല്യൂ ഓഫ് കാർ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ടാക്സബിൾ ആവുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കമ്പ്യൂട്ട് ഇൻകം ഫ്രം സാലറി അസ്യൂമിങ് ദാറ്റ് ദി ക്യൂബിക് കപ്പാസിറ്റി ഓഫ് ദി കാർ ഈസ് 1.6 ലിറ്റർ. കാറിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റർ എന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്മോൾ കാർ എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റർ തന്നെയാണ് സ്മോൾ കാർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇത് പറയാനുള്ള കാരണം, ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടിയും തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് ദി കാർ ഈസ് മോർ ദാൻ 1.6 ലിറ്റർ CC? 1.6 ലിറ്റർ CCനേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്ത് കാറാണ്? അത് ലാർജ് കാറാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്മോൾ കാറിനുള്ള ബേസിൽ ഇത് ചെയ്യണം. അവസാനം അത് കഴിഞ്ഞതിന് ശേഷം ഇത് ലാർജ് കാറാണെങ്കിൽ ഉത്തരത്തിൽ വരുന്ന ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാകും, അത് നമ്മൾ കാണിക്കണം. അപ്പോൾ ഇതാണ് നമ്മോട് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് 2017 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ബേസിക് സാലറി 50,000 എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻറ്റു 12 കിട്ടി, 6 lakh. ദെൻ ഡിയർനെസ് അലവൻസ് പറഞ്ഞിട്ടുണ്ട് 10,000 ആണ്. ഇൻറ്റു 12 1,20,000. ടിഫിൻ അലവൻസ് ഒക്കെ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയി പറഞ്ഞ സംഭവങ്ങൾ കേട്ടോ. 1,500 ഇൻറ്റു 12 18,000. ദെൻ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ശ്രദ്ധിക്കണം, അത് തന്നിരിക്കുന്നത് 600 ആണ് പ്രതിമാസം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വർഷത്തിൽ എത്ര ഉണ്ടാവും? 7,200 ഉണ്ടാവും. അതിന് എത്ര എക്സംഷൻ കിട്ടുന്നതാണ്? ഈ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അലവൻസ് ആണ്. അത് കവേർഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ആ ഭാഗത്ത് തന്നെ 2 അതിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, ആ അലവൻസിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 100 രൂപ ഒരു കുട്ടിക്ക്
പ്രതിമാസം കിട്ടും. അത് പരമാവധി 2 കുട്ടികൾക്ക്. ഇതാണ് എക്സംഷൻ ഉണ്ടാവുക. അതുകൊണ്ട് ഇതിന്ന് എത്ര എക്സംപ്റ്റ് ചെയ്യുക? 100 രൂപ. അതാ 100 ഇൻറ്റു പരമാവധി എത്ര കുട്ടികൾക്ക്? 2 കുട്ടികൾക്ക്. അങ്ങനെ 12 മാസത്തിന് 2400 രൂപ നമുക്ക് ഇവിടുന്ന് എക്സംഷൻ കിട്ടും. അത് കുറച്ച ബാക്കിയുള്ള എമൗണ്ടാണ് 4800. ഓക്കെ ആണല്ലോ. ദെൻ ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റ് അലവൻസ് ആണിത് ഹോസ്റ്റൽ അലവൻസ് എന്ന് പറയുന്നത്. ഹോസ്റ്റൽ അലവൻസ് എന്ന് പറഞ്ഞാൽ 100ന് പകരം എത്ര കിട്ടുക? 300 രൂപയാണ് എക്സംഷൻ ഉണ്ടാകുക. ആ കിട്ടിയ ഹോസ്റ്റൽ അലവൻസ് അതേപോലെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതി 1500 കിട്ടുന്നു. അദ്ദേഹത്തിന് 3 മക്കളുടെ എന്ന് പറഞ്ഞത്. മക്കളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എക്സംഷൻ കൂടുതൽ കിട്ടുന്നില്ല. പരമാവധി 2 കുട്ടികൾക്കേ കിട്ടുള്ളൂ. അത് എഡ്യൂക്കേഷൻ അലവൻസ് ആണെങ്കിൽ ശരി, ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ ശരി. ഓക്കെ. സോ ഈ 18,000 എത്ര നമുക്ക് കുറയ്ക്കാം? 300 ഇൻറ്റു 2 ഇൻറ്റു 12. അതായത് 300 വെച്ചിട്ട് 2 കുട്ടികൾക്ക് 12 മാസം. ഇവിടെ ആണെങ്കിൽ 100 വെച്ചിട്ട് 2 കുട്ടികൾക്ക് 12. അപ്പോൾ ഇത് രണ്ടും എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ അത് നേർക്ക് ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ അലവൻസ് 100 ഇൻറ്റു 2 ഇൻറ്റു 12 ആണെങ്കിൽ ഹോസ്റ്റൽ അലവൻസ് 300 ഇൻറ്റു 2 ഇൻറ്റു 12 ആണ്. അപ്പോൾ അത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 10,800 ഇവിടെ കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അത് ഗവൺമെൻറ് എംപ്ലോയി ആയാലും പ്രൈവറ്റ് എംപ്ലോയി ആയാലൊക്കെ ശരി, നമ്മൾ ആദ്യം അത് നമ്മളെ ടോട്ടൽ ഇൻകത്തിൽ കാണിക്കണം. സോ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പിന്നെ അവസാനം നമുക്ക് എന്ത് കിട്ടും? പരമാവധി ഒരു 5000 രൂപ അവർക്ക് ഡിഡക്ഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മളെ സാലറി ഹെഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 3000 രൂപ 12 മാസത്തിന് എന്താ 36. ഓക്കെ. ദെൻ HRA ഹൗസ് റെൻ്റ് അലവൻസ്. ഈ ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ ഒരു പാർഷ്യലി അലവൻസാണ്. അപ്പോൾ അതിന് റൂളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഹൗസ് റെൻ്റ് അലവൻസിൽ നമുക്ക് പ്രധാനമായിട്ടും തരേണ്ട ഒന്നാണ് എത്ര റെൻറ്റ് കൊടുത്തു എന്നുള്ളത്. എംപ്ലോയി എത്ര റെൻറ്റ് കൊടുത്തു എന്നുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു റെൻറ്റ് കൊടുത്തതും ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്ത് ചെയ്യുന്നില്ല? ഒരു റെൻറ്റ് പോലും അടയ്ക്കുന്നില്ല എന്നർത്ഥം. ഒരു റെൻറ്റ് പോലും എംപ്ലോയി അടയ്ക്കുന്നില്ലെങ്കിൽ HRA ആയി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു എക്സംഷനുള്ള അർഹതയും എംപ്ലോയിക്ക് കിട്ടില്ല. അത് മനസ്സിലാക്കുക. അത് അതിൻ്റെ HRAൻ്റെ ഒരു കണ്ടീഷനാണ്. എംപ്ലോയി ഒരു റെൻറ്റ് പോലും അടയ്ക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എക്സംഷനുള്ള അവകാശമില്ല. സോ റെൻറ്റിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള മുഴുവൻ HRAയും അദ്ദേഹത്തിന് എന്തായിരിക്കും? ടാക്സബിളാണ്. അതുകൊണ്ടാണ് ഈ HRAൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എക്സംഷനായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് വരാത്തത്. 5,000 ഇൻറ്റു 12 60,000. ദെൻ ടെലിഫോൺ ചാർജസ് ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഒരു ടെലിഫോൺ ബില്ല് എംപ്ലോയർ അടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഈ ഒരു പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ ബുക്കുകളിലൊക്കെ ഇത് പെർക്യൂസിറ്റാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പെർക്യൂസിറ്റാണ്. ഈ ടെലിഫോൺ എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റിൽ വരുന്നൊരു ഭാഗമാണ്. ടാക്സ് ഫ്രീ പെർക്യൂസിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എംപ്ലോയിക്ക് ടാക്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല? ഔട്ടർ കോളത്തിലേക്ക് കാണിക്കില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ പ്രൈവറ്റ് ടെലിഫോൺ എക്സ്പെൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെറും ടെലിഫോൺ എക്സ്പെൻസ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റി ആയിട്ട് പരിഗണിച്ചിട്ട് നമുക്കെന്താണ് അത് ഔട്ടർ കോളത്തിലേക്ക് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇവിടെ പ്രൈവറ്റ് ടെലിഫോൺ എക്സ്പെൻസസ് സ്പെസിഫൈ ചെയ്തതുകൊണ്ട് അതെന്താണ് എംപ്ലോയിയുടെ ബാധ്യത എംപ്ലോയർ മെച്ച് ചെയ്തതുപോലെ പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് ടാക്സബിളായിട്ട് ഫുള്ളി ടാക്സബിളായിട്ട് പരിഗണിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്താണ് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബില്ല് ആരെന്നെയാണ് കൊടുക്കൽ? എംപ്ലോയർ തന്നെയാണ് കൊടുക്കൽ. അതിന് നിങ്ങൾക്ക് ടാക്സ് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്താണ് ആ ഓഫീസ് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടാവും. ചെറിയ പ്രൈവറ്റ് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും.
അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്താണ് ചെറിയ ചെറിയ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടോ അത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ എന്തെങ്കിലും ഓഫീസ് ആവശ്യങ്ങൾക്ക് കൂടി അത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചത് എങ്കിൽ അതെന്താണ് ടാക്സ് ഫ്രീ പെർക്കുന്നതായിട്ട് പരിഗണിക്കുക. ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാതെ പകരം എന്താണ് ദി കമ്പനി പെയ്ഡ് ഹിസ് പ്രൈവറ്റ് ടെലഫോൺ എക്സ്പെൻസസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് ടാക്സ് ഫ്രീയിൽ നിന്നും മാറ്റിയിട്ട് ടാക്സബിളിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ ആണല്ലോ. ദെൻ സ്പെഷ്യൽ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റാണ് പറഞ്ഞത്. ഇതിൽ ഇവർ ചെയ്തതിൽ ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കാം. 2000 ഇവിടെ ടാക്സബിളായിട്ട് കാണിച്ചത്. യഥാർത്ഥത്തിൽ ഇത് എക്സംപ്റ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ 5000 രൂപ വരെ ഗിഫ്റ്റ് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. 5000ൻ്റെ മേലെ വരികയാണെങ്കിൽ, ഇപ്പോൾ 5001 രൂപയുടെ ഗിഫ്റ്റാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 5001 രൂപയും എന്താണ് ടാക്സായിട്ട് പരിഗണിക്കും. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ അത് ഫുള്ളി ടാക്സബിളാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട് എന്താണ്, ദി കമ്പനി ഗേവ് ഹിം എ സ്പെഷ്യൽ പ്രസൻറ്റ് ഓൺ ദി ന്യൂ ഇയർ ഡേ എന്നാണ്. ന്യൂ ഇയർ ഡേൻ്റെ അന്നാണ് ഒരു പ്രസൻറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. ദി കോസ്റ്റ് ഓഫ് വിച്ച് വാസ് 2000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് 2000 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ 2000 രൂപ അല്ലെങ്കിൽ 2000 മൂല്യമുള്ള ഒരു ഗിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റുക. സോ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ 5000 രൂപ വരെ എക്സംപ്റ്റ് ആണ്. സോ ഇതെന്താണ് ടെക്നിക്കൽ മിസ്റ്റേക്കാണ്, എക്സംപ്റ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഗിഫ്റ്റ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് സ്പെഷ്യൽ പ്രസൻറ്റിന് പകരം എന്താണ് ഗിഫ്റ്റ് എന്താണ് ബിലോ 5000 എന്ന് എഴുതിയാൽ മതി, അത് എക്സംപ്റ്റ്. ഓക്കെ. ദെൻ ഇനിയുള്ളൊരു പെർക്വിസിറ്റി കാറാണ്. പെർക്വിസിറ്റി വാല്യൂ ഓഫ് കാർ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്മോൾ കാറാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്, എന്താണ് ഇത് എംപ്ലോയിയുടെ കാറാണ്. കാരണം എന്താണ് ഹി ഹാസ് എ സ്മാൾ കാർ എന്നാണ് പറയുന്നത്. ഈ ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനൊരു ചെറിയ കാറുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം വൃത്തിയായിട്ട് എഴുതി എടുത്ത് വെക്കണം കേട്ടോ, അതിന് ശേഷം ഈ ഉത്തരത്തിലേക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്ക് നിങ്ങൾ ഒരുമിച്ച് വെക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഹി ഹാസ് എ സ്മാൾ കാർ. ഗാഡ്ഗിനൊരു ചെറിയ കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ഡ്രൈവറും വെക്കുന്നുണ്ട്. വിച്ച് ഹി യൂസസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൾസോ, അത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പർപ്പസിന് കൂടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 2 പർപ്പസായി. അപ്പോൾ എന്താണ് കാറ് ആരതാണ് എംപ്ലോയിൻ്റെയാണ്. അതിൻ്റെ എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്യണത് ആരാണ് എംപ്ലോയറാണ്. അപ്പോൾ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ ബട്ട് എക്സ്പെൻസസ് മെഡ് ബൈ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി ബട്ട് എക്സ്പെൻസസ് മെഡ് ബൈ എംപ്ലോയർ. കാറ് എംപ്ലോയിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്, എന്നാൽ അതിൻ്റെ എക്സ്പെൻസ് എംപ്ലോയർ മീറ്റ് ചെയ്യുന്നു. ആ കേസാണ് വരുന്നത് ചെറിയ കാറാണ്. അങ്ങനെ ആവുമ്പോൾ എന്താണ് ചെറിയ കാറാണെങ്കിൽ യഥാർത്ഥത്തിൽ എത്രയാണോ അതിന് എക്സ്പെൻസ് എംപ്ലോയർക്ക് ചിലവ് വന്നത് 1,20,000, അതിൽ നിന്ന് എത്ര എക്സംഷൻ കിട്ടും? ഈ എമൗണ്ട് പഠിച്ചിടണം. 1800. ചെറിയ കാറായതുകൊണ്ടാണ് 1800 പ്ലസ് 900 അത് ഡ്രൈവർക്കുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇൻറ്റു 12. ഓക്കെ, സോ 32,400 കുറച്ചിട്ട് 87,600. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. ഈ ഗ്രോസ് സാലറി ഇവിടെ 9,69,200 ഇതിൽ തന്നിരിക്കുന്നത്. ഇതിൽ 2000 കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് 9,67,000 കിട്ടുക. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ അതിൽ നിന്ന് ഡിഡക്ഷൻ 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും എമൗണ്ട്? 9,19,000 അല്ല, അവിടെ 2000 കുറവ്. 9,17,200. 9,17,200 ഇതാണ് ഇതിൻ്റെ ആൻസർ വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി ഇതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്വസ്റ്റ്യനിലെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കാറ്
ഇഫ് ദി കാർ ഈസ് മോർ ദാൻ 1.6 ലിറ്റർ CC, അത് 1.6 ലിറ്റർ CC ക്യൂബിക് കപ്പാസിറ്റിയേക്കാൾ കൂടുതലുള്ള കാറായിരുന്നു എങ്കിൽ എന്തായിരുന്നു ആൻസർ എന്നാണ്. ഒന്നുമില്ല, നിങ്ങൾ ഈ സ്മാൾ കാർ ആയതുകൊണ്ടാണ് ഇവിടെ 1800 വന്നത്. അപ്പോൾ ഇവിടെ ലാർജ് കാറാണെങ്കിൽ ആ 1800 പകരം എത്ര വരും? 2400 വരും. ഈ ഒരു മാറ്റം മാത്രമേ ഇവിടെ വന്നു. അപ്പോൾ 2400 പ്ലസ് ഡ്രൈവർക്ക് മാറ്റമില്ല, 900 ഇൻറ്റു 12, ഇവിടെ എത്രയാണോ എമൗണ്ട് വരുന്നത് ചെറിയ മാറ്റം വരും. ഓട്ടോമാറ്റിക്കലി ഇവിടെ മാറും. സോ ഇവിടെ നിന്നിട്ടൊക്കെ മാറും. ഓക്കെ ആണല്ലോ. ഈ ഭാഗത്തു നിന്നും എന്തില്ല, ഒരു സ്നോ ചെയിൻ, ഒരു മാറ്റമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ വലിയ കാറ് ചെറിയ കാറ് കേട്ടോ. ചെറിയ കാറാണെങ്കിൽ 1800, ഡ്രൈവർ ഉണ്ടെങ്കിൽ ഒരു 900 വെച്ച് കൊടുക്കും. ഓക്കെ, ഇൻറ്റു 12. വലിയ കാറാണെങ്കിൽ 1800 പകരം 2400 പ്ലസ് ഡ്രൈവർക്ക് ഒരു മാറ്റമില്ല. ചെറിയ ആണെങ്കിലും വലിയ കാറാണെങ്കിലൊക്കെ ഡ്രൈവർക്ക് ഓട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ 900 ഒരേപോലെ തന്നെയാണ്. ഓക്കെ, ഇൻറ്റു 12. ഇത്ര മാത്രമാണ് ഇതിലൊരു മാറ്റം എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രണ്ടാമത്തെ ഭാഗം കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ഒരു essay ടൈപ്പുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പെർക്വിസിറ്റീവ് വാല്യൂ കാർ എന്ന് പറയുന്ന സംഭവം അത് വൃത്തിയായിട്ടൊന്ന് നോക്കി പോകണം. നമ്മുടെ 29ാമത്തെ ലെക്ചറിൽ നമ്മൾ കാറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 29ാമത്തെ ലെക്ചർ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.